ടർബോ മൂവിയിൽ ഒരു വില്ലത്തി വേഷം ചെയ്ത ഒരു നായികയും കൂടെയാണ് നിന്നോടൊപ്പം ഉള്ളത്. അപ്പൊ ലെറ്റ്സ് വെൽക്കം സന്ധ്യ മനൻ. ടർബോ ബേസിക്കലി വൈശാഖ് സർ ഫോൺ ചെയ്തിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുമ്പ്. അപ്പോൾ ഞാനൊരു മൂവി എടുക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് ആണ് ഞാൻ നോക്കുന്നത്, കുറച്ച് നെഗറ്റീവാണ്, അപ്പം നോ പ്രോബ്ലം, ഇഷ്ടമാണ്. അതെ. അപ്പോൾ പക്ഷെ അങ്ങനെ ഒരു ഫുൾ ഇത് പറഞ്ഞില്ല, ഇത്രേ എനിക്ക് ബ്രീഫ് ഉള്ളൂ. ഞാൻ പറഞ്ഞു അപ്പം മമ്മൂട്ടി കമ്പനി, മമ്മൂട്ടി സാറ്, ഞാൻ ഡൺ, എനിക്ക് വരണോ, നാളെ വരണോ, ഞാൻ റെഡി. മമ്മൂട്ടി സാർ എങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ? ഞാൻ കണ്ടിട്ടില്ല, അതെ, ചോദിക്കരുത്, ഞാനിപ്പോൾ കരയും. സാറിൻ്റെ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ എനിക്ക് സാറിന് പേഴ്സണലി മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാ ഞാൻ അറിഞ്ഞ വേറൊരു കാര്യം, ബിഗ് ബോസിൽ ഒരു 2 ലക്ഷം രൂപ വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. എനിക്കോ? മൊത്തമായിട്ടോ? 2 lakhs കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം വെച്ച്. അങ്ങനെ ഒരു ദിവസം ഒരാഴ്ചയോ? ഈ ശോഭന മാമിനെ കണ്ടുണ്ട് ഡാൻസ് പ്രോഗ്രാമിൽ. ഓക്കെ, എന്തെങ്കിലും അവരോട് പെർഫോം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും? ശോഭന മാമിനോട് പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, പക്ഷേ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ പെർഫോമൻസിന് പോയിട്ടുണ്ട്. പിന്നെ ഇന്നാൾ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് കണ്ടു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചെന്നൈയിലൊക്കെ കൂടുതൽ വന്ന് ഡാൻസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഇറ്റ് വാസ് വെരി എൻകറേജിങ്. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് പോകുമ്പോൾ കുറച്ച് ഭാവങ്ങളൊക്കെ പഠിച്ചിട്ട് പോകാൻ. ഇന്റർവ്യൂവിൽ പഠിച്ചിട്ട് പോകാനാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാക്കി പഠിച്ചിരിക്കുന്നത്. ഞാൻ കൈകി എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. കൈകയിൽ ഒരു സ്റ്റോറി എനിക്ക് കിട്ടി. അതായത് ആ കൈകയുടെ കൊച്ചിലെ കൈകയുടെ അമ്മ അച്ഛൻ എന്നേക്കുമായി പറഞ്ഞു വിടുകയാണ്. അതിൽ ആ കൊച്ചു കുട്ടിയായിട്ട് ഇരുന്ന അമ്മ എന്നും പറഞ്ഞ് കരയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ ഇപ്പോഴും സ്റ്റേജിൽ കരയും. ഇത്രയും വേഷം കെട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്കോ? ഞാൻ ചോദിക്കണേ, ഇത്രയും ആൾക്കാർ അശ്വതിയെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്, മൂഡ് സ്വിങ്സ്, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഉദ്ദേശം? അറ്റ്ലീസ്റ്റ് അടുത്ത ജനറേഷന് എന്ത് ഉത്തരവാണ് കൊടുക്കാനുള്ളത്? മൂഡ് സ്വിങ്സോ? എന്ത് മൂഡ് സ്വിങ്സ്? What do you mean by mood swings? That you are senseless or you don't feel the moods? What do you mean by it?